പ്രിൻസ് ആൻഡ് ഫാമിലി കാറിലിടുന്നതാണ് വീഡിയോ. ലൈറ്റപ്പ് ഒക്കെ ചെറുതായിട്ട്. സിനിമ ഇന്ന് കണ്ടു. ഒരുപാട് എന്താ പറയുക, നെഗറ്റീവ് പോസിറ്റീവ് റിവ്യൂസ് എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തിയത്. ഞാൻ കണ്ടത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഈ സിനിമ കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അവർക്ക് ആസ്വദിക്കാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ളൊരു കോമഡിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ഫാമിലി പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കുടുംബത്തോടൊപ്പം ചെന്നിരുന്നിട്ട് നമുക്ക് ആ സിനിമ ആസ്വദിക്കാൻ പറ്റും. ആ ഒരു രീതി ഈ ഒരു സിനിമയിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഒരു ഇൻ്റർവെല്ല് വരെ സിനിമ ഒരു രീതിയിൽ ചെറിയ ചെറിയ കോമഡിയും കാര്യങ്ങളും ഫാമിലി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മളെന്താ പറയുക, ഒരു വളരെ പുതുമ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്നാൽ ഒരു രസിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ എങ്ങനെ കൊണ്ടുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവെല്ലിന് ശേഷമാണ് ഈ സിനിമ എന്നിലേക്ക് എത്തിയത്, ഒരു ഫാമിലി പ്രേക്ഷകരിലോട്ട് എത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊരു നായികയുടെ ഒരു കടന്നുവരവുണ്ട്, വളരെ മികച്ചൊരു പെർഫോമൻസ്. അതിലൂടെ ആ സിനിമ കാണുന്ന പ്രേക്ഷകരിലോട്ട് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഇൻ്റർവെല്ലിന് ശേഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ സിനിമ തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവർക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി കാണാം. അശ്വന്ത് ഗോക്ക് അതുപോലുള്ള കുറേ റിവ്യൂവേഴ്സ് വളരെ നെഗറ്റീവ് അടിച്ചു ഈ സിനിമയെ തരം താഴ്ത്താൻ നോക്കുകയാണ്. പക്ഷേ ആ സിനിമയെ ഇത്രത്തോളം തരം താഴ്ത്തി പറയേണ്ടത് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ദിലീപേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ്, മികച്ച പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റില്ല, വളരെ മാന്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നമുക്ക് എന്താ പറയുക. പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിലൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും അല്ലാതെ സോഷ്യൽ മീഡിയ അഡിക്റ്റായിട്ട് നടക്കുന്ന, അത് തന്നെ തലയിൽ കൊണ്ട് നടക്കുന്ന, അതൊരു ഭ്രാന്തായി കൊണ്ട് നടക്കുന്ന സോഷ്യൽ മീഡിയ മാനിയ ഉള്ളവർക്ക് ഒരു നല്ലൊരു കൊട്ട് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയക്കാരൊക്കെ ഇതിനെതിരെ പറഞ്ഞ്, ഈ സിനിമയ്ക്കെതിരെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി പ്രേക്ഷകന് ഫാമിലി ആയിട്ട് തന്നെ അവർക്ക് കണ്ട് രസിക്കാൻ പറ്റും. കുറേയൊക്കെ ചിരി ഉളവാക്കുന്ന കുറേ സീൻസ് ഉണ്ട്. ഞാനും ചിരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ദിലീപേട്ടൻ്റെ 150ാമത് ചിത്രമാണ്. അദ്ദേഹം ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും നമുക്ക് ആ ശ്രേണിയിലോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് കണ്ടിരിക്കാം. ഞാൻ ഭയങ്കരമായിട്ടൊരു അഭിപ്രായമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു മുഷുവോ ബോറോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇൻട്രോലിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ആ സിനിമ ഇഷ്ടപ്പെട്ടത്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, രസിക്കാവുന്ന മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമ. അതാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയക്കാർ പറഞ്ഞ് തരം താഴ്ത്തുന്ന അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളാണ്, അങ്ങനെയുള്ളൊരു വളരെ മോശമായിട്ടുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തുന്ന രീതിയിലുള്ള സിനിമയല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. പിന്നെ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ്. ഇത് എൻ്റെ അഭിപ്രായം. പ്രിൻസ് ആൻഡ് ഫാമിലി.